അത് ശരിയാണ്. ഇപ്പോൾ ഇന്ത്യ മാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബലി എല്ലാ കൺട്രീസിനും വേണ്ട ഒരു കാര്യമാണ് ക്രൂഡ് ഓയിൽ. ഈ ക്രൂഡ് ഓയിൽ തന്നെ ട്രേഡ് ചെയ്യപ്പെടുന്നത് ഡോളറിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡോളർ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്രൂഡ് ഓയിലിനെ അല്ലെങ്കിൽ ഡോളറെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ കൺട്രീസിൻ്റെയും കറൻസി അത് ഡോളറായിട്ട് പെഗ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഫോളോ ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ US വാർ തന്നെ ശരിക്കും പറഞ്ഞ ഒരു ഡോളർ ഓയിൽ വാർ ആണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാം. അതും ഒരു റീസൺ ആണ് അതിൻ്റെ പുറകിൽ. തീർച്ചയായിട്ടും. ഇപ്പോൾ മറ്റൊരു പോയിന്റ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞല്ലോ US ഡോളേഴ്സിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കറൻസിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് US ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടി കുറവാണോ ആ സമയങ്ങളിൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് പുൾ ഔട്ട് ചെയ്തിട്ട് US ഡോളറിൽ അല്ലെങ്കിൽ US ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അതാണ് അവർക്ക് കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്.